മൂന്നിടങ്ങളിലായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഒന്ന് ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ്, ഈ മൂന്നിടങ്ങളിലായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഗുജറാത്തിൽ BJP വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഗുജറാത്തിലെ മഞ്ഞർപൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിൽ BJP വിജയത്തിലേക്ക് അടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അതായത് അവിടെ BJP തന്നെ വിജയിക്കുമെന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം നിലവിലത്തെ സാഹചര്യത്തിൽ 15ഓളം റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും BJPക്ക് 25,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസ് വളരെ പിന്നിലായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ റൗണ്ട് കംപ്ലീറ്റ് അവസാനിക്കുമ്പോഴത്തേക്കും ഏകദേശം BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 35,000-40,000 വോട്ടിന്റെ ലീഡോടുകൂടി വിജയിക്കുന്ന തരത്തിലോട്ട് ഗുജറാത്തിൽ മഞ്ഞൾപൂരിൽ കാര്യങ്ങൾ മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ബാക്കി രണ്ടിടത്ത് ബീഹാറിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മധ്യപ്രദേശിലും, അതിൽ ബീഹാർ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്, അതേസമയം മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ രണ്ട് ഇടങ്ങളിലും ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മധ്യപ്രദേശിൽ ഈ പറയുന്ന രീതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അസംബ്ലി സീറ്റിൽ BJPയും കോൺഗ്രസും തമ്മിൽ വളരെ ചുരുങ്ങിയ വോട്ടിന്റെ ഡിഫറൻസിൽ മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് അട്ടിമറിയും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അതേസമയം ബീഹാറിലാണ് വലിയ ട്വിസ്റ്റുകൾ നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ RJD കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അവിടെ BJP ഇപ്പോൾ 2-ാം സ്ഥാനത്താണ്. അവിടെ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ജൻസ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോറാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും അതേസമയം ഈ പറയുന്ന തോതിലുള്ള RJD അടക്കം വോട്ടിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഇടിവാണ് അവിടെ അവർക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇതുവരെയായിട്ടും ലഭിച്ച കണക്കനുസരിച്ച് 5,000 വോട്ട് പോലും അവർക്ക് തികഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ BJPയും അതേസമയം ഈ പറയുന്ന തോതിൽ പ്രശാന്ത് കിഷോറും തമ്മിലാണ് കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോറാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗുജറാത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ BJP വിജയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി മധ്യപ്രദേശ് അതോടൊപ്പം തന്നെ ബീഹാറിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. അതിൽ നിലവിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് നേരിയ തോതിലുള്ള ലീഡ് നിലനിർത്തുന്നു. അതേസമയം ബീഹാറിലെ അസംബ്ലി സീറ്റിൽ ജൻസ്വരാജ് പാർട്ടിയിലെ പ്രശാന്ത് കിഷോറാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. BJP 2-ാം സ്ഥാനത്തും അതേസമയം അവിടുത്തെ പ്രതിപക്ഷമായിരിക്കുന്ന RJDയും കോൺഗ്രസിനും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ബീഹാറിൽ പ്രതിപക്ഷ വോട്ടുകൾ ഒന്നടങ്കം പ്രശാന്ത് കിഷോറിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ RJDയും കോൺഗ്രസും തരിപ്പണമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബീഹാറിലെ ബംഗിപ്പൂരിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോറാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രശാന്ത് കിഷോർ വിജയിക്കുന്ന തരത്തിലുള്ള അവസാനം കാര്യങ്ങൾ മാറി മറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ RJDക്കും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രതിപക്ഷം എല്ലാ രീതിയിലും ഛിന്ന ഭിന്നമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി പുതിയൊരു പ്രതിപക്ഷ പാർട്ടി രൂപം കൊള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്ന് പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതായത് അവിടെ RJD കോൺഗ്രസ് വോട്ടുകൾ കംപ്ലീറ്റ് RJDയിൽ നിന്നും പ്രശാന്ത് കിഷോറിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതാണ് ഇപ്പോൾ വോട്ടെണ്ണലിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. പ്രതിപക്ഷമായിരിക്കുന്ന RJDയും കോൺഗ്രസും നിലവിൽ നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും നിലവിൽ 3 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഗുജറാത്തിൽ BJP വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം മധ്യപ്രദേശിൽ കോൺഗ്രസ് ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. അതേസമയം ബീഹാറിൽ നിലവിൽ ജൻസ്വരാജ് പ്രശാന്ത് കിഷോറാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പ്രതിപക്ഷമായിരിക്കുന്ന RJDയും അതോടൊപ്പം തന്നെ കോൺഗ്രസും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി സിറ്റിംഗ് സീറ്റായ BJP 2-ാം സ്ഥാനത്താണ് നിലവിലുള്ളതെന്ന് പറയുന്നത്.